ഹായ് ഹലോ. ഇന്ന് ഞാൻ വഴുതന തക്കാളി ഒക്കെ പറിക്കാൻ കേട്ടോ. കുറേ പറിക്കാനുണ്ടെന്ന് നമുക്ക്. ഇന്ന് വെള്ളിയാഴ്ച 27-ാം തീയതിയാണ് ഇന്ന് കേട്ടോ. രാവിലെയാണ് ഞാൻ എൻ്റെ തക്കാളിയും വഴുതനയൊക്കെ പറിക്കണേ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറിയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. നമ്മളെ ടെറസിൻ്റെ മുകളിലോ അടുക്കള മുറ്റത്തോ എവിടെ കുറച്ച് സ്ഥലമുള്ളൂ വെച്ചെങ്കിൽ നമുക്ക് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ചട്ടിയിൽ ഗ്രോ ബാഗിൽ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് മുറ്റത്തോ പുറത്ത് എവിടെ എനിക്ക് സ്ഥലമല്ല കേട്ടോ ഉണ്ടാക്കാൻ. ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ കുറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് എല്ലാ പച്ചക്കറികളും ഒരുവിധം പച്ചക്കറികളൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ ഒരു രാസവളം ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു കീടനാശിനി അടിച്ചിട്ടോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഈ 3 സാധനങ്ങൾ മാത്രം ഇട്ടിട്ടാണ്. പിന്നെ നമ്മളെ അടുക്കള വേസ്റ്റിൽ ഇട്ടിട്ടുള്ള കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അടുക്കള വേസ്റ്റ് വെച്ചിട്ടുള്ള അതും പിന്നെ കരിയില കമ്പോസ്റ്റ്, കരിയില ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഉണ്ട് ഇത്രയും പച്ചക്കറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇത്രയും പച്ചക്കറി നമ്മൾ തക്കാളിയൊക്കെ പറിക്കും. ഇന്ന് കുറേ വഴുതനയും പറിക്കാൻ കേട്ടോ. നമുക്കിതൊരു 5 പൈസ ചിലവില്ലാത്ത ഇതാണല്ലോ ഇതൊക്കെ. നമുക്കുള്ള ഈ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതിനൊക്കെയുള്ള പൈസ മാത്രമേ നമ്മൾ ചിലവാക്കണുള്ളൂ. നമ്മൾ വിത്ത് വാങ്ങണില്ല. വിത്തൊക്കെ നമ്മൾ ഈ കൂട്ടാൻ വെക്കണ ഇതിന്ന് കിട്ടുന്ന വിത്തൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. വഴുതന ഇതിന്മേന്ന് പഴുത്ത വഴുതനങ്ങ എടുത്ത് പിന്നെയും വിത്തുണ്ടാക്കും, പിന്നെയും അതന്നെ നടും. ഇതൊക്കെയാണ്. പിന്നെ കാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ ഞാൻ തൈ വാങ്ങി വെച്ചതാണ്. കാബേജൊക്കെ ഇപ്പം ഇനി നമുക്ക് തൈ വാങ്ങണ്ട. ഒരു കാബേജ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ കാബേജിൻ്റെ ചോട്ടിൽ നിന്ന് എത്രയോ കാബേജിൻ്റെ തൈകളാണ് ഉണ്ടാവണമെന്നറിയോ. അപ്പോൾ നമുക്കിനി കാബേജ് നമുക്ക് ആദ്യം തന്നെ എടുത്ത് നമുക്കിനി ഉണ്ടാക്കാം. ഞാൻ ഒരു രാസവളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ധൈര്യമായിട്ട് നമുക്കത് കഴിക്കാമല്ലോ. അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വഴുതനയൊക്കെ വലിപ്പം കുറവാണ് കേട്ടോ. വെയിലും ചൂടുകൊണ്ടൊക്കെ ആയിരിക്കും. ഇത്രയും വഴുതനയും തക്കാളിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പയറും പീച്ചിലും 2 കയ്പയൊക്കെ ഉണ്ട് കേട്ടോ പറിച്ചത്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ചീരച്ചേമ്പാണ് കേട്ടോ. ഒരു കോളിഫ്ലവറും ഉണ്ട് കേട്ടോ നമുക്ക് ഇന്ന്. പിന്നെ പുതിന ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ. പുതിന ഒന്നും നമ്മൾ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഞങ്ങൾ എടുക്കും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.